വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇപ്പോൾ നമ്മൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു റീൽ എന്ന് പറയുന്നത് ഈ ഒരു ബൺ മസ്കേൻ്റെയും അതുപോലെ തന്നെ ഇറാനി ചായൻ്റെ വീഡിയോ ആണല്ലേ. എനിക്ക് തോന്നുന്നത് ഇത് വൈറലായതിനു ശേഷം ഒട്ടുമിക്ക ആൾക്കാരും ഇത് ട്രൈ ചെയ്തവരാണെന്നാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇത് കഴിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയവരായിരിക്കാം അല്ലേ. അപ്പം ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടോ ഈ ഒരു ബൺ മസ്കയും ഇറാനി ചായയും. അതുണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് വൈറലായെന്നുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഇറാനി ചായയാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേ സമയം തന്നെ ഒരു കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 7-8 ഏലക്കായും 5-6 ഗ്രാമ്പൂ അതുപോലെ തന്നെ വലിയ 2 പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വേണമെന്നുള്ളവർ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 4 ടീസ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല സ്ട്രോങ് ചായപ്പൊടി ആയതുകൊണ്ടാണ് 4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത്. സ്ട്രോങ് കുറവാണെങ്കിൽ 5 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമുക്കിത് ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അതേ സമയം തന്നെ ഇതാ നമ്മൾ നേരത്തെ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണേ. അപ്പം അതും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 100 ഗ്രാം ബട്ടറും അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും എടുക്കണം. അപ്പോൾ ഞാനിവിടെ മിത്തായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കുക കേട്ടോ. ബട്ടർ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ഹാൻഡ് വിസ്കാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നല്ലോണം അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പാല് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര നമ്മളെയൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള അളവിൽ ഇട്ട് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കുക്കറിലാണല്ലേ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടപ്പുണ്ടല്ലോ, അത് അടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവുണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ ആ ലിഡിൻ്റെ അറ്റത്ത് നല്ലവണ്ണം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിന് മുകളിലുള്ള ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അവിടെയും ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുക്കറിലും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിത്തായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നോക്കി നോക്കുക കേട്ടോ, മധുരം നമുക്ക് പാകമാണോ എന്നുള്ളത്. ചിലവർ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലവർ ആ ഒരു മധുരം ഒന്ന് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബട്ടറും ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ക്രീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബണ്ണിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. ഇനിയിപ്പം ബണ്ണ് വാങ്ങിയ സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് വൈറലായതുകൊണ്ട് ഞാനും ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആ ഒരു ക്രീം നമുക്ക് ഈ ഒരു ബണ്ണിൽ നല്ലവണ്ണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. 2 ഭാഗത്തുമായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു താഴെ ഭാഗത്ത് മാത്രം സ്പ്രെഡാക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ഈ ഒരു ബട്ടർ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൺ മസ്കേൻ്റെ വീഡിയോ തന്നെയാണല്ലേ കാണാനുള്ളത്. അത് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം അത് പോയി കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് വീട്ടിൽ ട്രൈ ചെയ്യുന്നവരുമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ബട്ടർ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പുറം ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്.
പിന്നുണ്ടല്ലോ ഈ ഒരു ബണ്ണിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഈ ഒരു ബട്ടർ ക്രീം ഉണ്ടല്ലോ അത് പലരും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലവർ അതിൽ സ്പൈസസും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിലും അത് അവർ പറയുന്നുമുണ്ട്. ചിലർക്ക് ഈ ഒരു ബണ്ണ് ചായയിൽ മുക്കി കഴിക്കണതാണ് ഇഷ്ടം. ചിലർ പറയണ കേട്ടിട്ടുണ്ട് ചായയിൽ മുക്കി കഴിക്കണേക്കാട്ടും നമുക്കിത് വെറുതെ കഴിക്കുന്നതാണ് ടേസ്റ്റ് എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഇഷ്ടം ഉണ്ടാവുക. അപ്പം എനിക്കിത് ആ ഒരു ചായയിൽ മുക്കി കഴിക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ നേരത്തെ നമ്മൾ ആ ഒരു കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബണ്ണ് സാധാ നമ്മളുണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ അതിൽ മുക്കി കഴിക്കണേക്കാട്ടും ഈ ഒരു രീതിയിൽ ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പാല് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാനൊരു കപ്പിലേക്കാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേയില ഉണ്ടല്ലോ അതിലേക്ക് നേരിട്ട് വേണമെങ്കിൽ പാല് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് പാലും കൂടി ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നമ്മൾ വറ്റിച്ചെടുത്തതാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നിങ്ങൾക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ബണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നതിനെക്കാട്ടും ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ കപ്പിലൊക്കെയാണ് ചായ എടുക്കുന്നതെങ്കിൽ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ വൈറലായതിനു ശേഷം ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പോയി കഴിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ബണ്ണും മിൽക്ക് മെയ്ഡും ബട്ടറും മാത്രം മതിയല്ല. ചിലവർ ഈ ഒരു മിൽക്ക് മെയ്ഡിന് പകരം ഷുഗർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് ബണ്ണ് കട്ട് ചെയ്യുക, അതിൽ ഈ ഒരു ഫില്ലിങ് വെക്കുക, അത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇറാനി ചായയും പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.